ഹായ്, എൻ്റെ അനിയൻ്റെ മകനുണ്ട്. അനിയൻ്റെ പേര് തഫ്സീർ എന്നാണ്. പിന്നെ അവൻ്റെ ഒരു മകനുണ്ട് ലഹൻ എന്ന് പറഞ്ഞിട്ട്, ഞാൻ ലച്ചു എന്നാണ് വിളിക്കുക. ഒരു ദിവസം വീട്ടിൽ നമ്മളൊരു സൽക്കാരത്തിന് പോയ സമയത്ത് ഇവനോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു മൈക്കിൽ വളരെ മനോഹരമായിട്ട് പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. സത്യത്തിൽ അവൻ്റെ വാപ്പയും, അതായത് എന്നെക്കാൾ നല്ല പാട്ടുകാർ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിയും എൻ്റെ അനിയനുമാണ്. അനിയത്തി ഷമീല, അനിയന് തഫ്സീർ. അപ്പോൾ അവൻ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച്, ഈ വാ എൻ്റെ കൂടെ നമുക്ക് എന്നെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ കുറേ മടിയൊക്കെ കാണിച്ച്, പിന്നെ അവൻ്റെ ഉമ്മ സന എന്നാണ് പേര്, പിന്നെ കുറേ നിർബന്ധിച്ചത് കൊണ്ട് അവൻ വരാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ വീട്ടിൽ വന്നിട്ട് പിന്നെ അവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. പാട്ടുകൾ നന്നായിട്ട് പാടുന്ന ഒരു പ്രിയപ്പെട്ട മോനാണ്. അപ്പോൾ നമുക്ക് അവനെ പരിചയപ്പെടാം. ദേ കിടക്കണത് ലഹൻ. അപ്പോൾ എന്തായാലും ലച്ചുകുട്ടാ സലാം പറയും. വലൈക്കും അസ്സലാം. ലച്ചുകുട്ട പഠിക്കുന്ന സ്കൂൾ പറഞ്ഞു കൊടുക്കുക. അൽഫിത്ര. എവിടെയാണ്? കോഴിക്കോടല്ലേ? മോഡേണിൻ്റെ അവിടെ അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. എൻ്റെ ശരിക്കുള്ള പേരെന്താ? ജലാലി. എന്നെ എന്താ വിളിക്കല്? മൂത്താപ്പ. എന്നെ ഇഷ്ടമാണോ? നമ്മൾ തമ്മിൽ ഭയങ്കര ചങ്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോനാണ്. ഞാൻ കുറേ കൊല്ലം മുന്നേ, ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കുറേ കൊല്ലം മുന്നേ ഇവനും ഞാനിവിടെ ചേർന്നിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഓർമ്മ ഉണ്ടേനോ? ഏതെങ്കിലും പാട്ട്? ചേർന്നിട്ടരികർകൾ ബിന ചെയ്യും ഷെദീദാലെ ചേടാ കൂഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിതമത് ചെവിപ്പെടയും കണ്ടിട് കുറഫൗസുകൾ ധരിച്ചൊടിയും ഉണ്ടവർകളിലായി പലതരം കൊടിയും ചെമ്മേ ഓരോ ദൂര അതിലുണ്ടേ ചെമ്മേ ഓരോ ദൂരാതിലുണ്ടേ തേർന്നിങ്ങടുത്തപ്പോൾ സുജാത്ത് മഷൂറാം ധീരൻ സൂറകത്ത് ബനു മാലിക്കാം അവൻ താൻ തിരുടനം ജഹലുടെ കരമ പിടിത്ത് കരിമുഖനോട് കരിമുഖലായി നൊത്ത് ഒരു തലയാറിനു നിനവുമായി ബത്ത് ചേനേ കാനീതന്തേ പടി തോന്നുന്നേ ചേർന്നിട്ടരികർകൾ ബിന ചെയ്യും ഷെദീദാലെ ചേടാ കൂഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിതമത് ചെവിപ്പടയും കണ്ടിടെ കുറഫൗസുകൾ ഭരിച്ചൊടിയും ഉണ്ടവർകളിലാർ പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര അതി